ഒരു ജൂറിസ്പ്രുഡൻസിൽ എന്താണ് സ്റ്റേറ്റ്? ഒരു ലീഗൽ ടേംസിൽ ഒരു ജൂറിസ്പ്രുഡൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ജൂറിസ്പ്രുഡൻസ് സ്റ്റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി റിസൈഡിങ് വിതിൻ എ ഡെഫിനിറ്റ് ടെറിട്ടറി possessing a government and sovereignty to create and enforce law. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി, ഒരു ഓർഗനൈസ് ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ്. റിസൈഡിങ് ഇൻ എ ഡെഫിനിറ്റ് ടെറിട്ടറി, ഒരു ഗവൺമെൻറ് ഉണ്ട് അവരെ ഭരിക്കാൻ. അതുപോലെ തന്നെ അവർക്ക് സൊവേറിറ്റി എന്ന് പറഞ്ഞ പരമാധികാരം, സൊവേറിറ്റി, അവർക്ക് അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കാതെ എൻഫോഴ്സ് ചെയ്യാനും അവർക്ക്. അപ്പം ഇതൊക്കെയുള്ള ഒരു സംവിധാനം, ഒരു ഓർഗനൈസ് കമ്മ്യൂണിറ്റിനെ നമ്മൾ എന്ത് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇല്ലേ? അപ്പോൾ ഞാൻ ചുരുക്കി പറയാം, സ്റ്റേറ്റിൽ ഫോർ എ സ്റ്റേറ്റ് ടു എക്സിസ്റ്റ് അതിനെന്ത് ചെയ്യണം? 4 എസെൻഷ്യൽ എലമെൻറ്റ്. അപ്പോൾ എ സ്റ്റേറ്റ് കംപ്രൈസസ് ഓഫ് 4 എലമെൻറ്റ്സ്. എന്തൊക്കെയാ? പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് സൊവേറിറ്റി. പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് സൊവേറിറ്റി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതൊരു സംവിധാനത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ് എന്ന് പറയും. ഇനി അടുത്ത ടേം